അസിത, മറ്റൊരു കാര്യം, ഈ ചർച്ച നടത്തി അതിനുശേഷം പ്രഖ്യാപനവുമൊക്കെ നടത്തി മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന്. വീണ്ടും KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. അതായത് KCയുടെ അതൃപ്തി അതടങ്ങുന്നില്ല എന്ന് വേണം നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. ആ പ്രതികരണത്തിലും അതുണ്ട് ദിലീപ്. കാരണം ACC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അതും കൂടി ഒഴിയാം എന്നുള്ളതാണ് KC പറയുന്നത്. അപ്പോൾ മറ്റാർക്കോ വേണ്ടി തന്നെ മാറ്റപ്പെട്ടു എന്നൊരു ഫീൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് പ്രകടവുമാണ്. വിനീതയിലേക്ക് പോകാം അല്ലേ? അതെ, ഡൽഹിയിൽ നിന്ന് വിനീത VG ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? ദിലീപ് കുമാർ, ഇപ്പോൾ കേരള ഹൗസിന് മുന്നിലാണ് ഞാനുള്ളത്. കേരള ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനപ്രിയ മുഖ്യമന്ത്രിക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന്റെ പോസ്റ്റർ അവർ സ്ഥാപിക്കുകയാണ്. അത് കേരള ഹൗസിലെ കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ. അവർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തിലാണല്ലേ കേരള ഹൗസ്? തീർച്ചയായും ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമാകാത്തതുകൊണ്ട് ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നു. ഇത് മാറി അപ്പം തന്നെ നമ്മൾ ഫ്ലക്സ് ഒക്കെ റെഡിയാക്കി സന്തോഷമാണ്. 10 വർഷത്തെ ദുർഭരണത്തിനെതിരെയുള്ള ഇനി നല്ലൊരു ഭരണം വരുന്നുള്ള പ്രതീക്ഷയിലാണ്. കേരള ഹൗസ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരാവുന്ന സമയത്ത് എല്ലാ നേതാക്കളുടെയും 3 നേതാക്കളുടെയും ഫോട്ടോ നമ്മളെ നേതാക്കന്മാരാണ്. കാരണം മുഖ്യമന്ത്രിയായിട്ട് ഒരാളല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലേക്ക് സ്വാഗതം. അതെ അതെ, അത്രേ ഉള്ളൂ. വെച്ച നേതാക്കന്മാരെല്ലാം നമ്മളെ നേതാക്കന്മാരാണ്. ഇത് മുഖ്യമന്ത്രി മാത്രമേ എല്ലാ പിന്തുണ. ബാക്കിയുള്ള എല്ലാ MLA-മാരെയും പ്രമുഖ നേതാക്കളുടെ ഫ്ലക്സ് വേറെ വരും. അപ്പം വലിയ ആഘോഷ പരിപാടികൾ കൂടി ഇനി ഉണ്ടെന്നാണ് പറയുന്നത്. പായസ വിതരണമൊക്കെ ഉണ്ട്. പായസ വിതരണം ഉണ്ട്. ആഘോഷ പരിപാടികൾ തുടങ്ങാൻ പോകണം. എല്ലാവർക്കും വളരെയധികം സന്തോഷത്തിലാണ് ഇവിടെയുള്ള ജീവനക്കാരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളുടെ തുടക്കമാണ്. ഫ്ലക്സ് വെച്ചോടുകൂടി ഞങ്ങൾ ആഘോഷ പരിപാടികളിൽ കിടക്കും. കഴിഞ്ഞിട്ടില്ല, ഇത് വെച്ച് തുടങ്ങുക. അതെ, തുടങ്ങുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? വലിയ ആവേശത്തിലാണ്. 10 വർഷത്തെ ദുർഭരണം മാറി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ UDF-നും VD സതീശൻ സാറിനും കഴിയട്ടെ എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഡൽഹിയിലുള്ള മൊത്തം മലയാളികളോടൊപ്പം കേരള ഹൗസിലെ NGO അസോസിയേഷന്റെ മൊത്തം ആശംസകളും അസോസിയേഷന്റെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ NGO അസോസിയേഷന്റെ അംഗങ്ങളാണ്. അവർ വലിയ ആവേശത്തിലൊക്കെയാണ്. എങ്ങനെയുണ്ട്? വലിയ ആഘോഷം കാണുന്നുണ്ട്. ഫ്ലക്സ് വെച്ച് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട VD സതീശൻ സാർ മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. സന്തോഷം. NGO അസോസിയേഷന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രഖ്യാപനം ഒരു ചങ്കിടിപ്പോടെ കാത്തിരുന്നു. തീർച്ചയായിട്ടും 11 ദിവസമായിട്ട് ഞങ്ങൾ ചങ്കിടിപ്പോടെ കാത്തിരിക്കുമായിരുന്നു ആരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ളത്. എന്തായാലും അവസാനം ഫൈനലൈസ് ചെയ്തു. സന്തോഷം. VD സതീശൻ സാറിന്റെ അഭിവാദ്യങ്ങൾ. ഉഷാറാണ്. ഇപ്പൊ തന്നെ ഉണ്ടാവും. ആഘോഷങ്ങളൊക്കെ നടക്കുക. തീർച്ചയായും ദിലീപ് കുമാർ കണ്ടതുപോലെ കേരള ഹൗസിൽ അവർ കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവരുടെ ആഘോഷ പരിപാടികളൊക്കെയാണ് കാണുന്നത്. അവർ വലിയ ആവേശത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ കേരള ഹൗസിന്റെ ഈ കവാടത്തിലൊക്കെ നമുക്ക് എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ നേതാക്കളുടെയും നമുക്ക് അവരുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രതികരണവും അങ്ങനെയുള്ളൊരു കാഴ്ചയും ഒക്കെയാണ്. ഇപ്പോൾ ആ പോസ്റ്ററുകളും അതൊക്കെ എടുത്ത് മാറ്റി മുഖ്യമന്ത്രിക്ക്, ജനപ്രിയ മുഖ്യമന്ത്രിക്ക് സ്വാഗതം എന്നുകൊണ്ടുള്ള VD സതീശന്റെ പോസ്റ്ററുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആവേശം അത് ഡൽഹിയിലും ഉണ്ട്. മറ്റ് ചർച്ചകളിലേക്ക് കടക്കുകയാണെങ്കിൽ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന്. കാരണം പക്ഷേ അവസാന ഘട്ടങ്ങളിലും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു KC ക്യാമ്പുകൾക്ക്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് MLA-മാരുടെ അടക്കമുള്ള ഒരു വലിയ പിന്തുണ അത് ഏറ്റവും അവസാന നിമിഷം വരെയും അദ്ദേഹത്തിന് തന്നെയാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സങ്കീർണമായിട്ടുള്ള ഇത്തരം നിമിഷങ്ങളിലൊക്കെ അതിന് ആ നമ്പറുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് ജനഹിതത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയാണ് നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തി, അദ്ദേഹം അൺഹാപ്പിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.